27 അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ്. ഒന്നും അതേ സംഖ്യയും മാത്രം ഘടകങ്ങളായുള്ള സംഖ്യകൾക്ക് അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ 2, 3, 5, 7, 11 എക്സിട്ര. ഇതിലെ 2ന്റെ ഘടകങ്ങൾ ഏതാണ്? 1ഉം 2ഉം. 3യുടെ 1ഉം 3, 5, 1, 5. അപ്പൊ 1ഉം അതേ സംഖ്യയും മാത്രം ഘടകങ്ങളായുള്ള സംഖ്യകൾക്ക് അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു. 28 ഭാജ്യ സംഖ്യകൾ കോമ്പോസിറ്റ് നമ്പേഴ്സ്. രണ്ടിലധികം ഘടകങ്ങളുള്ള സംഖ്യകളെ ഭാജ്യ സംഖ്യകൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു. ഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? 4, 6, 8, 9, 10 എക്സിട്ര ആണ്. ഇതിലെ 4 എടുത്തു കഴിഞ്ഞാൽ 4ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 1, 2, 4. 6ന്റെ ഘടകങ്ങള് 1, 2, 3, 6. അതായത് രണ്ടിലധികം ഘടകങ്ങളുള്ള സംഖ്യകളെ ഭാജ്യ സംഖ്യകൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു. 29 ഒന്ന് ഭാജ്യമോ അഭാജ്യമോ ആയി പരിഗണിക്കാറില്ല. 30 100ൽ കുറവായ അഭാജ്യ സംഖ്യകളുടെ എണ്ണം 25. 50ൽ കുറവായ അഭാജ്യ സംഖ്യകളുടെ എണ്ണം 15. 31 അതിഭാജ്യ സംഖ്യകൾ ഹൈലി കോമ്പോസിറ്റ് നമ്പേഴ്സ്. അതിൽ സംഖ്യ ഘടകങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 1 ആണ്, ഘടകങ്ങള് 1 തന്നെ. 2 എടുക്കുമ്പോൾ 1ഉം 2ഉം, 3, 1, 3, 4, 1, 2, 4, 5, 1, 5, 6, 1, 2, 3, 6. ഇത്രയാണ് ഘടകങ്ങൾ. 2ൽ ചെറിയ സംഖ്യയ്ക്ക് 2ന്റെ അത്രയും ഘടകങ്ങളില്ല. 2ൽ ചെറിയ സംഖ്യ ഏതാണ്? 1 ആണ് അല്ലെ. 1ന് ഒരു ഘടകമാണുള്ളത്. അപ്പൊ 2ൽ ചെറിയ സംഖ്യയ്ക്ക് 2ന്റെ അത്രയും ഘടകങ്ങളില്ല. 2ന് എത്ര ഘടകമുണ്ട്? 2 ഘടകമുണ്ട്. 4ന് അതിനു മുമ്പുള്ള എല്ലാ സംഖ്യകളെക്കാളും ഘടകങ്ങൾ കൂടുതലുണ്ട്. 4ന് എത്ര ഘടകങ്ങളുണ്ട്? 3 ഘടകങ്ങളുണ്ട്. 4ന്റെ താഴെയുള്ള സംഖ്യകൾ, അതായത് 1, 2, 3, ഈ സംഖ്യകൾക്ക് ഘടകങ്ങൾ കുറവാണ്. 1ന് ഒരു ഘടകമാണുള്ളത്, 2ന് 2 ഘടകമാണുള്ളത്, 3ന് 2 ഘടകമാണുള്ളത്. 4ന് 3 ഘടകങ്ങളുണ്ട്. അതുപോലെ 5 നോക്കുമ്പോൾ 2 ഘടകമാണുള്ളത്, 6ന് 4 ഘടകങ്ങളാണുള്ളത്. അപ്പൊ 6ന് ഘടകങ്ങൾ കൂടുതലുണ്ട്. 1, 2, 3, 4, 5നെ അപേക്ഷിച്ച് 6ന് ഘടകങ്ങൾ കൂടുതലുണ്ട്. അതായത് 2, 4, 6 ഇത്തരം സംഖ്യകളാണ് അതിഭാജ്യ സംഖ്യകൾ. 32 അനക സംഖ്യകൾ പെർഫെക്റ്റ് നമ്പേഴ്സ്. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക സംഖ്യ ഒഴികെ ആ സംഖ്യ തന്നെയെങ്കിൽ അത്തരം സംഖ്യകൾ അനക സംഖ്യകളാണ്. ഫോർ എക്സാമ്പിൾ 6ന്റെ ഘടകങ്ങള് 1, 2, 3, 6. 6 ഒഴിവാക്കിയാൽ ശേഷിക്കുന്ന ഘടകങ്ങള് 1, 2, 3. ഇവയുടെ തുക 1 + 2 + 3 ഈക്വൽ ടു എന്താണ്? 6 ആണ്. 6 ഒരു അനക സംഖ്യയാണ്. 50ൽ കുറവായ എണ്ണൽ സംഖ്യകളിലെ അനക സംഖ്യകളാണ് 6, 28. 33 സംഖ്യാപരമായ വിവരങ്ങളെ ചിത്രങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് പിക്ടോഗ്രാഫ് അഥവാ പിക്ടോഗ്രാം. 34 സംഖ്യാപരമായ വിവരങ്ങളെ ചതുരങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്ന രീതിയാണ് ബാർ ഗ്രാഫ് അഥവാ ബാർ ഡയഗ്രാം. 35 ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാതയാണ് വൃത്തം. 36 സമചതുര സംഖ്യകൾ. ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിച്ച് കിട്ടുന്നവയാണ് സമചതുര സംഖ്യകൾ. ഫോർ എക്സാമ്പിൾ 1 × 1 = 1, 5 × 5 = 25, 1, 4, 9, 16, 25, 36 എക്സിട്ര. 37 AM PM. ലാറ്റിൻ ഭാഷയിൽ ഉച്ചയ്ക്ക് മുമ്പ് എന്നതിന് ആന്റി മെറീഡിയം എന്നും ഉച്ചയ്ക്ക് ശേഷം എന്നതിനെ പോസ്റ്റ് മെറീഡിയം എന്നുമാണ് പറയുന്നത്. ഇവ ചുരുക്കിയാണ് ഇപ്പോൾ AM PM എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് 5ലെ 37 പോയിന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം.
കാപ്രേക്കർ സ്ഥിരസംഖ്യ 6174. ഗണിത പഠനത്തിന് സഹായകമായ സോഫ്റ്റ്വെയർ ജിയോജിബ്ര. ബ്രഹ്മസ്ഫുട സിദ്ധാന്തം ബ്രഹ്മഗുപ്തൻ. ഗണിത സാര സംഗ്രഹം മഹാവീരൻ. ലീലാവതി ഭാസ്കരാചാര്യ. ശാസ്ത്ര പഠനത്തിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഫെറ്റ്. ഭിന്നങ്ങൾ രൂപീകരിക്കാനും അവയെ വിശദീകരിക്കാനും സഹായകമായ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ജെ ഫ്രാക്ഷൻ ലാബ്. ഇത്രയും പോയിന്റ്സ് ഓർത്തു വയ്ക്കുക. താങ്ക് യു.